എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ വാക്കലോൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ വാക്കലോൺ എന്ന ചാപ്റ്ററാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വാക്കലോൺ എന്ന ഈ മനോഹരമായ കവിത എഴുതിയത് ഇന്ത്യയുടെ പ്രസിദ്ധനായ സാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ പ്രൈസ് നേടിയ സാഹിത്യകാരൻ. കൂടാതെ ഏഷ്യയിലെ തന്നെ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. അതുവരെ ഒരു നോൺ യൂറോപ്യന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1913 അദ്ദേഹത്തിന് നോബൽ പ്രൈസ്, സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. He is the first non-European and first Asian to win the Nobel Prize in literature. ഏഷ്യയിലെയും അതേപോലെ തന്നെ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ നോൺ യൂറോപ്യനും അദ്ദേഹമാണ്. അദ്ദേഹം വെറുമൊരു സാഹിത്യകാരൻ മാത്രമല്ല, he was a strong fighter for independence of India. India's fight for independence-ലെ ഒരു കീ ഫിഗർ തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ. Rabindranath Tagore was often referred to as Gurudev, was a polymath. Polymath എന്ന് പറഞ്ഞാൽ സർവകലാവല്ലഭൻ, ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ഒരു സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല. ഒരു മ്യൂസീഷ്യൻ, ഒരു തത്വചിന്തകൻ, ഒരു ആർട്ടിസ്റ്റ്, കൂടാതെ ഒരു ഫ്രീഡം ഫൈറ്റർ, ഇങ്ങനെ പല ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന സോങ്സിൻ്റെ ഒരു കളക്ഷനാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലിക്കാണ് ഹിസ് കളക്ഷൻ ഗീതാഞ്ജലി ഓൺ ഹിം നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913. അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത് ഗീതാഞ്ജലിക്കാണ്. ഹിസ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ്സ് ആൻഡ് ഫിലോസഫിക്കൽ ഡെപ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുമൊരു കവി മാത്രമായിരുന്നില്ല, വളരെ സ്പിരിച്വലായിട്ട് ഒരുപാട് ഡെപ്തിലേക്ക് പോയി ചിന്തിച്ച, ഫിലോസഫിക്കലായിട്ട് ഒരുപാട് ഡെപ്തിലേക്ക് പോയി ചിന്തിച്ച ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം. Tagore was not only a literary icon but also a key figure in India's fight for independence. പിന്നെ നമ്മുടെ ജനഗണമന കമ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. നമ്മുടെ ജനഗണമന മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തമായ അമർ ഷോണാൻ ബംഗ്ല എന്ന നാഷണൽ ആന്തവും, ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തവും കമ്പോസ് ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ ജീവിതത്തെയും സ്നേഹത്തെയും മനുഷ്യൻ്റെ ആത്മാവിനെയും തൊട്ടുകൊണ്ടുള്ള, അതിൻ്റെ മനോഹാരിതയെല്ലാം തൊട്ടുകൊണ്ടുള്ള കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പോയ ചാപ്റ്ററുകളിലെല്ലാം ഒരു ശക്തിയുള്ള ആത്മാക്കളെയാണ്, ശക്തിയുള്ള ജീവിതങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. ബെത്തനി ഹാമിൽട്ടൺ ആയാലും നീരജ ബാനോട്ട് ആയാലും വളരെ ധീരന്മാരായ, അതായത് രണ്ട് ധീര വനിതകളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തെല്ലാം നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിലും അതിൽ മുന്നോട്ട് എങ്ങനെ നീങ്ങാമെന്ന് ബെത്തനി ഹാമിൽട്ടണും എല്ലാത്തിലും അധികമായി സഹജീവികളുടെ ജീവനും സഹജീവി സ്നേഹവും മുന്നോട്ട് വെച്ച നീരജ ബാനോട്ടിനെയും ഒക്കെ നമ്മൾ പോയ ചാപ്റ്ററുകളിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതും ഒരു ജീവിതത്തിൽ എന്ത് വന്നാലും, ആരും നമുക്കില്ലാതായാലും നമുക്ക് എങ്ങനെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കവിതയാണ് ഈ വാക്കലോൺ എന്നുള്ളത്.
അപ്പോൾ ഈ കവിത തുടങ്ങുന്നത് തന്നെ, ഇഫ് നോ വൺ ലിസൺസ് ടു യുവർ കോൾ ദെൻ യു മസ്റ്റ് വാക്ക് ഓൺ എലോൺ. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതാകുമ്പോൾ, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തനിയെ നടക്കുക. നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങണം, തനിയെ തന്നെ മുന്നോട്ട് നീങ്ങണം. നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ സത്യത്തിന്റെ പാതയിൽ വളരെ ചുരുക്കം പേരെ നമ്മളെ കേൾക്കാനുണ്ടാവുള്ളൂ. ആ സമയത്തൊക്കെ നമ്മൾ ധൈര്യപൂർവം മുന്നോട്ട് തന്നെ നീങ്ങുക. മൂവ് ഓൺ അലോൺ, മൂവ് ഓൺ അലോൺ ആൻഡ് മൂവ് ഓൺ അലോൺ. തനിയെ തന്നെ മുന്നോട്ട് നീങ്ങുക. നാം ചെയ്യുന്നത് സത്യമാണെന്ന് നമ്മുടെ മനസാക്ഷിക്ക് അറിയാവുന്നിടത്തോളം കാലം, നാം ചെയ്യുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അറിയാവുന്നിടത്തോളം കാലം, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് തന്നെ നീങ്ങണം. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ഓ മൈ ഹാപ്ലെസ് വൺ. അതായത് ആരും നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് വയ്ക്കുക. ഹാപ്ലെസ് എന്ന് പറഞ്ഞാൽ ഹതഭാഗ്യനായ, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ അയ്യോ കഷ്ടം അവനൊരു ഭാഗ്യമില്ലാത്ത ആളായി എന്ന് പറയില്ലേ. അതേപോലെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത, ആരും അവരെ അംഗീകരിക്കുന്നില്ലെങ്കിലും, നമ്മളെ അംഗീകരിക്കുന്നില്ലെങ്കിലും, നമ്മളൊരു ഭാഗ്യമില്ലാത്ത ആളായാൽ പോലും, നമ്മളോട് ആരും സംസാരിക്കുന്നില്ലെങ്കിലും, നമുക്ക് കൂട്ടില്ലെങ്കിലും, ഇഫ് എവരി വൺ ടേൺസ് ദ അതർ വേ, നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ നിങ്ങളെ കേൾക്കാത്ത പോലെ പോവുകയാണെങ്കിൽ, അതേപോലെ ഇഫ് എവരി വൺ ഈസ് അഫ്രൈഡ്, നിങ്ങളോട് സംസാരിക്കാൻ പേടിച്ച് എല്ലാവരും മാറി, നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആളാണെങ്കിൽ പിന്നെ അധികം ആരും നമ്മളോട് എന്തെങ്കിലും ഒരു കാരണവശാല് നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് സമൂഹത്തിന് തോന്നിയാൽ മാത്രം മതി. തെറ്റ് ചെയ്യണം എന്നില്ല, ഇന്ന ആൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എല്ലാവരും ഇയാളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഇയാളെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാല് ഒരു വലിയ ഭാഗം ആളുകളും നമ്മെ കണ്ട് പേടിച്ചു പോകും, നമ്മെ ഒറ്റപ്പെടുത്തും, നമ്മളോട് സംസാരിക്കില്ല. Then open up your heart, open your heart and speak out your mind alone. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ മനസ്സിനോട്, നിങ്ങളുടെ ചിന്തകളെ, തത്വങ്ങളെ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ഹൃദയം തുറന്ന് നിങ്ങൾ സംസാരിക്കും. നമുക്ക് വേറെ ആരും ആവശ്യമില്ല. നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, മനുഷ്യ നന്മയ്ക്കാണ്. ഒരു മനുഷ്യർക്ക് മാത്രമല്ല, യാതൊരു ജീവികൾക്കും, നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന യാതൊരു ജീവിയെയും വ്രണപ്പെടുത്താത്ത, ദോഷപ്പെടുത്താത്ത, മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും നന്മയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആരും കൂട്ടിനില്ലെങ്കിൽ പോലും ഹൃദയം തുറന്ന ആ തത്വത്തെ, ആ നന്മയെ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക. ഇഫ് എവരി വൺ ടേൺസ് അവേ, ഓ മൈ ഹാപ്ലെസ് വൺ. വീണ്ടും പറയണം, എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ, നമ്മളൊരു ഹതഭാഗ്യനായ ആളാവുകയാണെങ്കിൽ, ഇഫ് ആസ് യു വാക്ക് അലോൺ ഓൺ എ ഡാർക്ക് റോഡ്, അതായത് അന്ധകാരം നിറഞ്ഞ ഒരു വഴിയിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ, ആരും നിങ്ങളുടെ കൂടെ നടന്നു വരാനില്ല, നിങ്ങൾക്ക് വെളിച്ചം കാണിക്കുവാനില്ല, നിങ്ങൾക്ക് പാത, നല്ല വഴി ഏതാണെന്ന് പറഞ്ഞു തരുവാനില്ല, പാത മുന്നോട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുവാനില്ല, നിങ്ങൾക്ക് മുന്നിലെ പാത കാണുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ, നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ധൈര്യപൂർവം മുന്നോട്ട് നീങ്ങുക. No one joins you on your journey, then you must crush the thorns in your path with your bleeding feet and walk ahead alone. നിങ്ങളുടെ പാതയിൽ നിങ്ങൾക്ക് നന്മ കാണിച്ചു തരാൻ, അവിടെ വെളിച്ചം പകരാൻ, മുന്നിൽ നടന്നു തരാൻ ആരുമില്ല, മുന്നിൽ നയിക്കാനില്ലെങ്കിൽ, മുന്നിലെ വഴികളെല്ലാം എപ്പോഴും നന്മയ്ക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ കള്ളത്തരങ്ങളെ, അല്ലെങ്കിൽ ആ അന്ധതയെ, അല്ലെങ്കിൽ ആ മുള്ളുകളെ നമ്മൾ ക്രഷ് ചെയ്ത് അതിൻ്റെ പുറത്ത് ചവിട്ടി തന്നെ നമുക്ക് പോകേണ്ടി വരും. വിത്ത് യുവർ ബ്ലീഡിങ് ഫീറ്റ്, കാലിൽ നിന്ന് രക്തം വരാം. നമ്മൾ ഒരു നല്ല ആശയം പറയുമ്പോൾ പലരും നമ്മളെ വ്രണപ്പെടുത്താം, പലരും ഒറ്റപ്പെടുത്താം, വ്രണപ്പെടുത്താം.
എന്നാൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്രണപ്പെട്ടാലും നമ്മൾ ചെയ്യുന്ന കാര്യം നന്മയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാക്ക് എഹെഡ് അലോൺ, തനിയെ തന്നെ മുന്നോട്ട് പോവുക. ഇഫ് നോ വൺ ഹോൾഡ്സ് അപ്പ് എ ലൈറ്റ്, ഓ മൈ ഹാപ്ലെസ് വൺ, നിങ്ങൾക്ക് വേണ്ടി ആരും പ്രകാശം ചൊരിയുന്നില്ല, സ്നേഹം ചൊരിയുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴി കാണിക്കുന്നില്ല എങ്കിൽ, ഇഫ് ഓൺ എ ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ്, അതായത് ഡാർക്ക് സ്റ്റോമി ആൻഡ് റെയിനി നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, കൊടുങ്കാറ്റുണ്ട്, മഴ പെയ്യുന്നുണ്ട്, രാത്രിയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ സമൂഹം ചിലപ്പോൾ നമ്മളെ കൊടുങ്കാറ്റ് പോലെ ആക്രമിച്ചേക്കാം, ചിലപ്പോൾ നമ്മളെ അന്ധകാരത്തിലാക്കിയേക്കാം, ചിലപ്പോൾ മഴ പെയ്തുകൊണ്ട് നമ്മൾക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാം, മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് അന്ധകാരം നിറച്ചേക്കാം. എവരിവൺ സീക്സ് റെഫ്യൂജ് ബിഹൈൻഡ് എ ക്ലോസ്ഡ് ഡോർ. ജീവിതത്തിൽ എല്ലാവരും എപ്പോഴും കംഫർട്ട് സോൺ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം പ്രതിബന്ധങ്ങളിൽ കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാതെ എപ്പോഴും നമുക്ക് സുഖമായിരിക്കണം, ഒരു കംഫർട്ട് സോൺ ഉണ്ടാകാൻ. ഇപ്പോൾ ഒരു ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് അതിന് ഒരു ക്ലോസ്ഡ് ഡോർ അല്ലെങ്കിൽ അതിന് മേൽക്കൂര കാണാൻ എല്ലാവരും ആഗ്രഹിക്കും. എല്ലാവരും ആ ഷെൽട്ടർ തേടുമ്പോൾ, ഒരു അഭയം തേടുമ്പോൾ, ഏതെങ്കിലും ഒരു കതകിന് പുറകുവശത്ത് അഭയം തേടുമ്പോൾ, then with the flame from a roaring lightning, അതേസമയം നമുക്ക് പ്രതിബന്ധങ്ങൾ നമുക്ക് ഇന്ധനങ്ങളായി മാറണം. നമ്മളെ ഒരാൾ മോശമെന്ന് പറയുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ, നമ്മൾ നല്ലതാണെന്ന് തെളിയിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവൻ ഒന്നും നേടൂല, ഇവൻ തോറ്റുപോകും, ഇവൻ പരീക്ഷയ്ക്ക് ഇവന് പഠിക്കാനൊന്നും കഴിവില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ ആ പ്രതിബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെളിച്ചം കാണണം. then with the flame from a roaring lightning, ഒരു വലിയ ഇടിമിന്നൽ വരുമ്പോൾ ആ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അതിൽ നിന്ന് നമ്മൾ തീയെ പകർന്നെടുക്കണം. അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിനുള്ള തീയെ നമ്മൾ പകർന്നെടുക്കണം. സെറ്റ് യുവർ ഓൺ ഹാർട്ട് ഓൺ ഫയർ, അതിൽ നിന്ന് തീ കൊളുത്തുക. ആരെങ്കിലും നമ്മളെ മോശപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ഇന്ധനമാക്കി മാറ്റണം. അതിൽ നിന്നും നമ്മൾ തീ പകർന്നെടുത്തുകൊണ്ട് നല്ലവണ്ണം പ്രകാശം ചൊരിഞ്ഞവരായി മാറുക. ആൻഡ് ഷൈൻ അലോൺ ദാറ്റ് മെനി മേ ആസ്പയർ. നമ്മൾ നല്ല കഷ്ടമുള്ള പാതകളിൽ ആരും ഉണ്ടാവില്ല. അതിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പലരും ആഗ്രഹിച്ചിട്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമുക്ക് നേടാൻ കഴിയും. അവിടെ നമുക്ക് തിളങ്ങാൻ കഴിയും. ഒരു വലിയ ഒരു തത്വം അല്ലെങ്കിൽ ഒരു വലിയ ഉപദേശമാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. സമൂഹം ഒറ്റപ്പെടുത്തിയാൽ, നമുക്ക് കൂട്ടുകാരില്ലെങ്കിൽ, നമ്മൾ പോകുന്ന വഴിയിൽ ആരും ഇല്ലെങ്കിൽ തന്നെ നന്മയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആരൊക്കെ നമ്മളെ വിമർശിച്ചാലും ആ വിമർശനങ്ങളിൽ നിന്ന് നമ്മൾ തീ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കത്തിച്ചുകൊണ്ട് ആരും നേടാത്ത കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിളങ്ങി നിൽക്കാൻ പറ്റും. ഇതാണ് ഈ മനോഹരമായ കവിതയുടെ ആശയം. അപ്പോൾ ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.